ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. അതിനു മുമ്പ് എന്താണ് ഓട്ടോമേഷൻ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റൂമിന്റെ അകത്തേക്ക് കയറുവാണ്, ഡാർക്ക് റൂമാണ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓൺ ആക്കുവാണെന്നാണ്. സോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാനുവൽ ഓപ്പറേഷൻ ആയിരിക്കും. അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയാണെന്നുണ്ടെങ്കിലും സോ ദാറ്റ് ഈസ് ഓട്ടോമേഷൻ. അത്രയും കംഫോർട്ട് ആൻഡ് കൺവീനിയന്റ് ആണ്. സോ ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് ഓപ്പറേഷനെ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു കൺട്രോളർ വേണം. സോ അതായിരിക്കും ഡെസിഷൻസ് മേക്ക് ചെയ്യുക. മാൻ പവർ റിഡ്യൂസ് ചെയ്തിട്ട് മെഷീൻ പവറിനെ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൺട്രോളർ ആണ് പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. PLCന്റെ കൂടെ സിസ്റ്റം ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ഡിവൈസസ് കൂടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ചില ഡിവൈസസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ആണ് SCADA, HMI, VFD ആൻഡ് കൺട്രോൾ പാനൽ. ഏതൊരു ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസ്പെക്റ്റീവ് ഓഫ് സൈസ് ഓഫ് ദ ഇൻഡസ്ട്രി അവിടുത്തെ പ്രോസസ്സസ് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കും. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ്, കമ്മീഷനിങ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫീൽഡിൽ ഓട്ടോമേഷൻ എഞ്ചിനീയറിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാനും ജൂൺ 29 IPCS തൃശൂർ ഈസ്പോർട്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ എക്സ്പോ ജൂൺ 2024 പങ്കെടുക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും സൗജന്യമായി രജിസ്റ്റർ ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.